ഗുഡ് ഈവനിങ് പ്രേം. ഗുഡ് ഈവനിങ് ജയ്. കഴിഞ്ഞ താമരശ്ശേരി ചുരത്തിൻ്റെ എപ്പിസോഡ് വളരെ വലിയൊരു ഹിറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേര് കാണുകയും യൂട്യൂബിൽ ഇതുവരെ ഒരു 500 വ്യൂസ് ഇതുവരെ ആയി കഴിഞ്ഞു. പലരും വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്തു. എനിക്ക് തോന്നുന്നു ആ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യമായിരിക്കും. അപ്പം അന്ന് നമ്മൾ ഈ ഒരു ഇവിടെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് താഴെ പോകുന്ന വഴിക്കാണ് പ്രേം ഒരു സജഷൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു പരമ്പര, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു വിഷയമായ ഒരു കാര്യത്തിൽ ഒരു പരമ്പര തുടങ്ങാൻ. അപ്പോൾ അതാണ് ഇപ്പൊ ഇന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് തലമുറകളുടെ കുടമാറ്റം. ഇതൊരു സർപ്രൈസ് ആണല്ലോ, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത്ര ഈ ഷോർട്ട് നോട്ടീസിൽ ജയിക്കുന്നതിന്. അപ്പോൾ എത്ര പരമ്പര എന്ന് പറയുമ്പോൾ എത്ര എപ്പിസോഡായിട്ടാണ് ജയിക്കുന്നത് ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോ ഒരു റഫായിട്ട് നോക്കിയപ്പം ഒരു 5 എപ്പിസോഡെങ്കിലും നമ്മൾ വേണ്ടി വരും. എന്ന് വെച്ചാൽ 5 തലക്കെട്ടുകളിലാക്കണം ഇന്നത്തെ. ഇതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ ഈ തലമുറകളുടെ തമ്മിൽ താരതമ്യം ചെയ്ത് പറയുന്നതെല്ലാം ഒരു നെഗറ്റീവ് കൊണോട്ടേഷനോടെയാണ് എപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ അതില്ലാതെ ഒരു റാഷണലായിട്ട് കാണാം എന്നുള്ള ഒരു രീതിയിലാണ്. തീർച്ചയായും അതായിരിക്കും കുറച്ചുകൂടെ കുട്ടികൾക്കായിരുന്നാലും പാരന്റ്സിനായിരുന്നാലും കുറച്ചുകൂടെ അത് മനസ്സിലാക്കാനും, അത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെയും പാരന്റ്സ് ഇങ്ങനെയും, പണ്ട് നമ്മൾ കുട്ടികളായിരുന്നപ്പോ എന്തുകൊണ്ടാണ് നമ്മൾ ഇതേ പൊസിഷനിലും അന്നത്തെ പാരന്റ്സ് ആ ഒരു രീതിയിലും എന്നുള്ള മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കും ജയിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം ഈ 5 വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫാഷൻ കടന്നു വരും, അതുപോലെ തന്നെ ആഹാര രീതികൾ കടന്നു വരും, കൂട്ടുകാർ, കൂടുതലും വെർച്വൽ ഫ്രണ്ട്ഷിപ്പാണ് ഇന്ന് കാണുന്നത്. അതുപോലെ തന്നെ ഈ തലമുറയെ നമുക്ക് ആയിട്ട് എങ്ങനെ ഇടപെടാം എന്നുള്ളൊരിതുണ്ട്. പിന്നെ അതുപോലെ ഇവർ നേരിടുന്ന വെല്ലുവിളികൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ സംസാരിക്കുന്നു, എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ രക്ഷകർത്താക്കൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ വേണമെങ്കിൽ ആക്കാം. പിന്നെ കുട്ടികളെ കൊണ്ടുവരും, ടീച്ചർമാരെ കൊണ്ടുവരും. പിന്നെ ഞാൻ എൻ്റെ മനസ്സിലെ ഒരു ഉദ്ദേശം ഒരു സൈക്കോളജിസ്റ്റിനെ, ഒരു സോഷ്യോളജിസ്റ്റിനെ കൂടെ കൊണ്ടുവരണം എന്നാണ്. നല്ല വ്യക്തമായിട്ടുള്ളൊരു പ്ലാനോട് കൂടിയാണ് ഇപ്രാവശ്യം. വളരെ നല്ലത്. കാരണം ഇതിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. വളരെ നല്ലൊരു, നമ്മുടെ ശ്രോതാക്കൾക്കും അതൊരു ഉപയോഗപരമായിട്ടുള്ള ഒരു. അതെ. അപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു ചർച്ച എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ കാലത്തും നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതേ ഇപ്പോഴത്തെ പാരന്റ്സ് പറയുന്ന, അതായത് ഇപ്പോഴത്തെ ഒരു 10 വയസ്സോ 12 വയസ്സോ ഉള്ള കുട്ടികളുടെ പാരന്റ്സ് പറയുന്ന സെയിം കാര്യങ്ങൾ പണ്ട് നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമ്മളെ പാരന്റ്സും പറയും. റീസൺസ് വേറെ ആയിരിക്കുന്നേ ഉള്ളൂ. അതെ. അല്ല, എനിക്കത് വളരെ കൃത്യമായിട്ട് തോന്നാൻ കാര്യം, ഞാൻ മലയാള സിനിമകൾ, പഴയ സിനിമകൾ ഒരുപാട് കാണുന്ന ആളാണ്. അപ്പോൾ ഇപ്പോഴത്തെ സിനിമകളും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ മലയാളം സിനിമയിൽ കൂടെ ഒന്ന് നടന്നു പോയാൽ തന്നെ ഈ മാറ്റങ്ങൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് ഒരു കൃത്യമായിട്ടൊരു സിനിമ എടുത്ത് പറയുകയാണെങ്കിൽ 1974 പ്രേം നസീറിൻ്റെ ഒരു ചിത്രം പുറത്തിറങ്ങി. അത് അയലത്തെ സുന്ദരി എന്നാണ് പേര്. അപ്പോൾ അതിൽ അടൂർ ബാസി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം, അടൂർ ബാസിയുടെ അതിലെ പേര് ഗോപാൽ എന്നാണ്. പക്ഷെ ഈ ഗോപാല് ഫാഷന്റെ അംബാസഡറാണ് അന്നത്തെ കാലത്ത്. അതായത് ബനിയനും മുണ്ടും ഒക്കെ ഉടുത്തിരുന്ന ശങ്കരാടിയെ കോട്ടൊക്കെ ഉടിയിപ്പിച്ച് വീട്ടിനകത്ത് ഒരു സൺഗ്ലാസും ഒക്കെ വെച്ച് നടത്തുന്ന ഒരു ആളാണ്. അപ്പൊ ഇയാൾ ഈ ഫാഷൻ കൊണ്ടുവരുന്ന ആളായതുകൊണ്ട് ഇയാളുടെ പേര് തന്നെ തിരിച്ച് പാൽഗോ എന്നാണ് ഇട്ടിരിക്കുന്നത്. പാൽഗോ. അപ്പൊ ഈ ബ്രേക്ക് ഡാൻസ് എന്നാണ്, അന്ന് ക്യാബറയാണ്. ക്യാബറയൊക്കെ ആൾക്കാരെ കൊണ്ട്, അതായത് ട്വിസ്റ്റ്, സാധാരണ നിൽക്കുന്ന ആൾക്കാരെ ഇതുപോലെ പുതിയ മാക്സിയും അതുപോലത്തെ ഒക്കെ ഇടിയിപ്പിക്കും, ഇതുപോലത്തെ കണ്ണാടിയൊക്കെ വെച്ച് ഇതൊക്കെ കളിക്കുന്ന ഒരു. അപ്പൊ അതെനിക്ക് തോന്നിയത് പിന്നീട് പല സിനിമകളിലും നമുക്കത് കാണാൻ പറ്റും, അല്ലേ? അത് പക്ഷെ ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ പുതിയ കാര്യങ്ങളിലോട്ട് വന്നാല്, അതായത് ഈ എല്ലാ സമയത്തും ഇപ്പൊ ജയിക്കരൻ പറഞ്ഞത് മാതിരി മൂവികളിൽ ഈ ഫാഷൻ കൊണ്ടുവരുന്ന ആൾക്കാരും എല്ലാം നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഓബിയസ്ലി മൂവി നമുക്കൊരു ഇതായിട്ട് എടുക്കാം. ഇപ്പൊ നമ്മള് ഈ ഇപ്പോഴത്തെ പാരന്റ്സ്, ഇപ്പൊ ജയിക്കരൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷനാണോ? അതെ. അതായത് എനിക്ക് ഇതിൽ തോന്നിയ ഒരു കാര്യം,
എൻ്റെ അടുത്ത് പല ടീച്ചർമാർ, പല രക്ഷകർത്താക്കളും പലരും ചോദിച്ച ഒരു ചോദ്യം, കാരണം ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പല ഇതുപോലത്തെ ചർച്ചകൾ വരുമ്പോൾ അവരെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പൂട്ട് എങ്ങനെ തുറക്കും എന്ന് ചോദിക്കുന്ന പോലെ ഈ തലമുറയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു ചോദ്യം. അല്ല, അത് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു എനിക്കൊരു ഇത് ഓർമ്മ വന്നു. ഈ പൂട്ട് കണ്ടിട്ട് ഒരു കൊച്ചുകുട്ടി ഇത് എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു, ഓപ്പൺ ആക്കാന്. അല്ല, ആ തലമുറ വ്യത്യാസം എന്ന് പറഞ്ഞ കാര്യം, ഇത് എവിടെ ക്ലിക്ക് ചെയ്താലാണ് അത് ജെന്യൂൻ ആണ് കാര്യം. ഫ്യൂച്ചർ അതാണ്. അടുത്ത നമ്മളിപ്പം തന്നെ ഫിംഗർ പ്രിന്റ് വെച്ച് തുറക്കുന്ന മാതിരി ഈ പൂട്ടിൽ ഇതില്ലേ എന്ന് ചോദിച്ചു. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് എന്റെ ഒരു അനുഭവമുണ്ട്. എന്റെ മോള്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സ്റ്റേജ് ഷോ ചെയ്തു. ഓബിയസ്ലി അന്ന് ജയിക്കറൻ എഴുതിയ ഒരു പ്ലേയിൽ നമ്മളൊരു ഡ്രാമ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ, കോളേജിൽ. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഇതൊക്കെ പറയുമ്പോൾ, അവളിപ്പോൾ IIT പഠിക്കുക. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചത് 10th ആയിരിക്കുമ്പോഴാണ്, പിന്നെ അതൊന്ന് കാണാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല. ആദ്യം ചോദിച്ചത് അന്നത്തെ നമ്മുടെ ആ ഒരു ഇതിൽ ഡിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡിസ്ക് ഇല്ല. അപ്പൊ പിന്നെ അവർക്ക് അറിയാന്നുള്ള ഏറ്റവും ദൂരമുള്ള കാര്യം ഫ്ലോപ്പി. പണ്ട് ചെറുതിലെ കണ്ടിട്ടുണ്ട്, ഫ്ലോപ്പി ഇല്ല. ഫ്ലോപ്പി ഇല്ല. ഞാൻ പറഞ്ഞു അതിന് ഒരു സാധനമുണ്ട്, വീഡിയോ കാസറ്റ്. അപ്പൊ അത് അവർക്ക് അറിയത്തില്ല, വീഡിയോ കാസറ്റ്. അപ്പൊ അവള് ചോദിച്ചത്, നിങ്ങൾ ഏതോ പ്രിമിറ്റീവ് സമയത്താണോ ഇത് ചെയ്തത്? ഓക്കെ, മീൻസ് ആ ജനറേഷൻ അവിടെ തന്നെ. അത് മോഡ് എന്ന് പറയുമ്പോൾ Gen Z പെടുന്നതാണ്. അതെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം കഴിഞ്ഞ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 കൊല്ലത്ത് വന്ന മാറ്റങ്ങൾ വളരെ വേഗം വന്ന മാറ്റങ്ങൾ. അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും. ഇപ്പൊ നമ്മളെ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ജനറേഷൻ എക്സ്, അതെ, അത് കഴിഞ്ഞൊരു ജനറേഷൻ Y വന്നു. പക്ഷെ എക്സും വൈയും എന്ന് വെച്ചാൽ ഒരു 95 വരെ നമ്മളെ 2 ജനറേഷൻ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാര്യം നമ്മൾക്ക് ആക്ടിവിറ്റി പുറത്ത് തന്നെയായിരുന്നു. ഓടിക്കളിക്കുക, അങ്ങനെയുള്ള നമ്മൾ വീട്ടിനകത്ത് ഇരിക്കാതെ എത്ര സമയം പുറത്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ തീർച്ചയായിട്ടും ഒരിത്. കാര്യം നമുക്ക് വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല, ഒന്നീ പഠിക്കണം, കിടന്ന് ഉറങ്ങണം, ഇതിൽ കൂടുതലൊന്നുമില്ല. അപ്പം നമ്മുടെ സമയത്ത് ഒരു 90s വരെയും വീട്ടിന്റെ പുറത്ത് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം വീട്ടിൽ വന്നാൽ. പക്ഷെ 90s TV വന്നു, 80s വന്നു. പക്ഷെ 90s പോപ്പുലറായി, കേബിൾ വരുന്നു. അപ്പൊ അതോടുകൂടി അടുത്ത് Gen Z ജനിക്കുമ്പോഴേ TV കണ്ടാ വന്നത്. അപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്റർടൈൻമെന്റ് വീട്ടിനകത്ത് വന്നു. അപ്പൊ നമ്മൾ അത് പറഞ്ഞിട്ട് അവരെ കുറ്റം പറയാനും പാടില്ല. കാര്യം നമുക്ക് ആ സമയത്ത് അത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തു പോയി കളിച്ചു. അപ്പൊ Gen Z വരുമ്പോൾ ഓബിയസ്ലി അവരെ സ്റ്റാർട്ടിങ് TV, അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ വന്നു, പിന്നെ ഫോൺ പോപ്പുലറായി വന്നു. അങ്ങനെ വരുമ്പോൾ അവരുടെ ആ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി കുറഞ്ഞിട്ട് കൂടുതൽ ഇൻഡോർ ആക്ടിവിറ്റി, അടച്ചിട്ട മുറി. അതെ, സെയിം ആണ് ഫുഡ്. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന കഴിക്കാനല്ലാതെ വേറൊരു ഓപ്ഷനേ ഇല്ലായിരുന്നു. ഇപ്പം വരുമ്പോൾ ഓബിയസ്ലി ഇതിപ്പോൾ നമുക്ക് ഒത്തിരി ഹോട്ടൽസ്, ഡെലിവറി ഫുഡ്, ഫാസ്റ്റ് ഫുഡ്. അപ്പോൾ ആക്ച്വലി 2 കാര്യമാണ്. ഒന്ന്, നമുക്കന്ന് കുക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു, അമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകുടുംബമായിരിക്കും, ആരെങ്കിലും അത് ചെയ്തു തരാൻ കാണും. ഇന്ന് ആ ഒരു ന്യൂക്ലിയർ ഫാമിലിയായി, അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ നോക്കാൻ തന്നെ സമയമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ അത് കഴിഞ്ഞ് 2010 അങ്ങനെയൊക്കെ വരുമ്പോൾ കൊച്ചിലെ ജനിച്ച കുട്ടിക്ക് പാല് കൊടുത്തോണ്ടിരിക്കുമ്പോൾ മൊബൈൽ കാണിച്ചാണ് കൊടുക്കുന്നത് അതിൽ. അപ്പൊ അവർ ജനിക്കുമ്പോഴേ മൊബൈലിലാണ് ജനിക്കുന്നത്. അപ്പൊ അവർക്കതൊരു എന്താ പറയുന്ന ഒരു ലക്ഷറി അല്ല. അപ്പൊ ഇങ്ങനെ ജനറേഷൻ മാറുന്നത്. അതെ, അപ്പൊ ശരിയാണ്. ഇപ്പൊ പല കാര്യങ്ങളും പറഞ്ഞ പണ്ട് ഈ Gen Xും Yയും കൂടുതലും പുറത്തുള്ള കളികളും ഒക്കെ ആയിരുന്നെങ്കിൽ അന്ന് നമ്മൾ വീട്ടിൽ എങ്ങനെ കയറും എന്നാണ് ആലോചിച്ചോളുന്നത്. അച്ഛൻ്റെ അമ്മ അടി കിട്ടാതെ വീട്ടിൽ എങ്ങനെ കയറും. ഇപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മമാരും ചിന്തിക്കുന്നത് പിള്ളേരെ എങ്ങനെ പുറത്ത് പറഞ്ഞു വിടാം. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. എന്നാ പുറത്ത് കളിക്കാൻ സംവിധാനങ്ങളുമില്ല. ഇതൊരു വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. അല്ല, ആക്ച്വലി അന്ന് നമുക്ക് കളിക്കാനുള്ള, അതായത് വീട്ടിൽ കുട്ടികളെ പുറത്തു വിടാം. അതായത് നമ്മൾ പുറത്തു പോകുന്നതുകൊണ്ട് പാരന്റ്സിന് അതൊരു റിസ്ക് ആയിട്ടോ ടെൻഷനായിട്ടോ തോന്നിയിട്ടില്ല. നമ്മൾ കേപ്പബിൾ ആയിരുന്നു. കാര്യം നമ്മൾ അങ്ങനെയാണ് വളർന്നു വന്നത്. ഇന്ന് കൂടുതൽ കുട്ടികൾ വീട്ടിനകത്താണല്ലോ. അപ്പൊ അവർക്ക് പെട്ടെന്ന് പുറത്തുപോയി അതൊരു ഈ അടുത്ത ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സോഷ്യലി എങ്ങനെ, അതായത് ആ പുതിയ ഒരാളെ പോയി പരിചയപ്പെടാനോ അങ്ങനെ അവരെ കൂടെ ചേർന്ന് കളിക്കാനോ ഒന്നും, പക്ഷെ അവർക്ക് പറ്റും വീട്ടിൽ ഇരുന്ന് കളിക്കാനായിട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ പല പാരന്റ്സിനും അറിയത്തില്ല. ഇപ്പൊ Gen Z വരുമ്പോൾ
ഈ ജെൻസി വരുമ്പോൾ അവരുടെ എന്റർടൈൻമെന്റ് എന്താണ്? TV, ഇത് കൂടാതെ അനിമേ വന്നു. നമ്മള് പണ്ട് കാർട്ടൂൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അനിമെ വളരെ പോപ്പുലറാണ്. അത് Z ആയിരുന്നാലും അടുത്ത് ഇപ്പം ആൽഫ ആയിരുന്നാലും അനിമെ അവരുടെ ഒരു ഇതാണ്. അപ്പം നമ്മുടെ ആക്ച്വലി ഇന്ത്യയിൽ അങ്ങനെ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരില്ല. അപ്പോൾ ഇവരെ കാറ്ററിങ് അടുത്തൊരു 2000 മുതൽ ഇതുവരെയുള്ള ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരുന്നാലും അവർക്ക് വേണ്ടി നമ്മളെ ഇന്ത്യയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ജപ്പാനീസ്, കൊറിയൻ, ചൈനീസ് അവരാണ് ഈ കുട്ടികളുടെ എന്തോ പറയുന്ന അവരുടെ വേണ്ട അവരുടെ ഈവൻ അവരുടെ തോട്ട് പ്രോസസ് എല്ലാം അവരുടെ ആ അനിമെ കണ്ടിട്ടാണ് അവർ കൂടുതലും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു കൾച്ചർ അല്ല ആക്ച്വലി പറഞ്ഞ. പിന്നെ നമ്മൾ ഓബിയസ്ലി നമ്മളിത് നൽകുന്നുണ്ട്. നമ്മളെ പാരൻസ് സമയമുള്ളതും നമ്മളെ കുറച്ച് TV പ്രോഗ്രാംസ്, മൂവിയൊക്കെ കൂടെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇടയ്ക്ക് പോകുന്നുണ്ട്. ഈ കുട്ടികൾ ഇപ്പം ഞാനൊരു കൊച്ചുകുട്ടി, ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയെ കണ്ടപ്പോൾ, അതായത് ഏറ്റവും നമ്മളെ ആൽഫ ജനറേഷനുള്ള നമ്മളെ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഞാൻ സി ഡ്രാമയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ എന്താണെന്ന്. അപ്പോൾ മോളോട് ചോദിച്ചത് എന്താണ് സി ഡ്രാമ? ചൈനീസ് ഡ്രാമ, യു ഡോണ്ട് നോ. മറ്റേത് അപ്പോൾ ഒരു 10 വയസ്സ് 10-11 ഇടയ്ക്ക് സി ഡ്രാമ അല്ലെങ്കിൽ K ഡ്രാമ, അത് കൊറിയൻ ഡ്രാമ. ഇതാണ് ഇത്. അപ്പം അപ്പൊ എനിക്കൊരു അതിശയം എന്ന് പറഞ്ഞാൽ ഇവരിതെങ്ങനെ മനസ്സിലാക്കും? അപ്പൊ അവർക്കതൊരു വലിയ ബുദ്ധിമുട്ടല്ല. കാര്യം ജനിച്ച അപ്പം മുതലേ അവർ കാണുന്ന കൊറിയനും ചൈനീസും ജപ്പാനീസും ഒക്കെ. ഓക്കെ, അപ്പൊ സബ് ടൈറ്റിൽ വന്നാൽ പോലും വായിക്കാൻ അറിയാത്ത പ്രായത്തിന് മുന്നേ തന്നെ അവരിത് കാണുകയാണ്. അതെ, നമ്മളിത് കേൾക്കുമ്പോ എന്തോ ജർമ്മൻ സംസാരിക്കുന്നതാണ്. അതെ അതെ, എക്സാക്ട്ലി. പിന്നെ ഇപ്പൊ ജെൻസിയുടെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പുറത്തു പോയി ക്രിക്കറ്റ് കളിച്ചു, ഫുട്ബോൾ കളിച്ചു, പല പല കളികൾ. ഇന്ന് അതൊന്നും ഇല്ല. ഫുട്ബോളും ക്രിക്കറ്റും ഉണ്ട്, ബാക്കി അല്ലാതെ നാടൻ ഒരുപാട് ഓണപ്പന്ത്, കുട്ടിയും കോലും, അങ്ങനെ 7 ടൈൽസ്, ഇങ്ങനത്തെ ഒത്തിരി കളി നമ്മൾ കളിച്ചു. പക്ഷെ ഇപ്പം വരുമ്പോൾ ഇതിനേക്കാളും വളരെ ഇപ്പൊ കമ്പ്യൂട്ടർ ഗെയിംസ് ഉണ്ട്. ജെൻസിക്ക് ഇപ്പോ അവര് ഈ ട്വിച്ച് എന്നൊക്കെ പറഞ്ഞൊരു ആപ്പിനെ പറ്റി ജയിക്കുന്ന ഓക്കെ, അതായത് ഒരാള് ഗെയിം കളിക്കുമ്പോൾ ലൈവായിട്ട് കാണാൻ ഒത്തിരി ഓഡിയൻസ് കാണും. സോ അത് ലൈവായിട്ട് കാണുന്ന മാത്രമല്ല, അവർ ഇന്ററാക്ട് ചെയ്യാണ് കളിക്കുന്ന ആളെടുത്ത്. കളിക്കുന്ന ആൾ ഇടയ്ക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് അവരുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്ത് അങ്ങനെയുള്ള കളി എങ്ങനെ എന്തൊക്കെ ചെയ്യാം, മനസ്സിലല്ലേ, വീഡിയോ ഗെയിം. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഇതുണ്ട് നമ്മുടെ ടൂർണമെന്റ്, ഈ ഗെയിംസ് എന്നെന്തോ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഈ വർഷത്തെ അവരുടെ പ്രൈസ് മണി ഫിക്സ് ചെയ്തേക്കുന്നത് $70 മില്യൺ ആണ്. അപ്പോ വേറൊരു സ്പോർട്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ പാരന്റ്സ് എന്നുള്ള രീതിയിൽ നമ്മളെ ആക്ച്വലി ഈ പുതിയ പുതിയ സംഭവങ്ങൾ കുട്ടികൾ പറഞ്ഞ നമ്മൾ കേൾക്കാൻ തയ്യാറല്ല. അപ്പൊ പക്ഷെ അത് നമ്മൾ പാരന്റ്സും കുറച്ച് ഒരു പരിധി വരെ, നമുക്കൊരിക്കലും കുട്ടിയാവാൻ ഒക്കത്തില്ല. അവർ വളരുന്ന രീതി എല്ലാം വ്യത്യാസമാണ്. പക്ഷെ ഒരു പരിധി വരെ അവര് ചെയ്യുന്ന കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് അറിവ് തിരിച്ച് ഷെയർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഇപ്പൊ പ്രേം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇപ്പൊ ഈ 4-5 എപ്പിസോഡിന്റെ കാര്യം പറഞ്ഞല്ലോ, അതില് അതത് മേഖലയിൽ നിന്നുള്ള വിദഗ്ധരെ കൊണ്ടുവന്ന് തന്നെ നമ്മൾ സംസാരിക്കണം. തീർച്ചയായിട്ടും, എന്നാലേ ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം നമ്മുടെ ഓഡിയൻസിന് കിട്ടത്തുള്ളൂ. അത് അപ്പോ ഈ ഓരോ ഇപ്പൊ അടുത്ത വെർച്വൽ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു അല്ലെ, അടുത്ത. അപ്പൊ അത് കൃത്യമായിട്ട് അതിനെപ്പറ്റി നല്ല ബോധ്യമുള്ള ഒരാള് വന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഓഡിയൻസിന് എന്തായാലും ഈ ഒരു കുട്ടിയെ തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ്. അതിനോടൊപ്പം ഒരു ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നുള്ള സോഷ്യോളജിസ്റ്റിനെയോ തീർച്ചയായിട്ടും ഒരു 2 പേരെന്നുള്ള ഇതിന് പകരം ഒരു അടുത്ത് നമ്മളെ ഒരു ജെൻ സിയോ അല്ലെങ്കിൽ ആൽഫ ജെനിലുള്ള ഒരാളെ കൂടെ ഈ എല്ലാത്തിനും ഇരുത്തി കഴിഞ്ഞാൽ മാത്രമേ അവരുടെ പെർസ്പെക്റ്റീവ്, അവരുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് എക്സും ഒയ്യും ചർച്ച ചെയ്യും പോലെ ആയിപ്പോവും. ഇതെല്ലാം പറയുമ്പോഴും എനിക്ക് ഒരു കാര്യവും കൂടെ ഇപ്പൊ പറയാനുണ്ട്. എന്റെ ആ ഒരു കൊച്ചുകുട്ടി പറഞ്ഞ ഒരു കാര്യം, അന്നൊരു 6 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ വളരെ വിഷമിച്ച്, കഴിഞ്ഞ വർഷം വളരെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ എന്ത് പറ്റി? അപ്പൊ അപ്പൂപ്പനാണ്, നമ്മുടെ അപ്പൂപ്പനാണല്ലോ. അപ്പൂപ്പ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് എന്താണ് ഈ കൊച്ചു പറയുന്ന കാര്യം, 6-7 വയസ്സേ ഉള്ളൂ. അപ്പൊ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ മോളെ എന്താണ് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത്? അത് ഫ്ലിപ്കാർട്ടില് ഞാനൊരു ടോയ് ഓർഡർ ചെയ്തു. അപ്പൊ അത് എന്ത് പറ്റി? അച്ഛൻ പാസ്വേഡ് മാറ്റി കളഞ്ഞു. ഇപ്പൊ ആ ടോയ് എവിടെ എത്തിയെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റാതെ അപ്പൊ ആ കുട്ടിയുടെ ആ ടെൻഷൻ, സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. ബോംബെയിൽ നിന്ന് വരുന്ന സാധനം എവിടെ എത്തി? അപ്പൊ അവളുടെ പ്രശ്നം ആ 2-3 ദിവസം ഇതാണ്. അപ്പൊ കുട്ടിയെ കാണുമ്പോൾ നമുക്ക് ജെന്യുവൻലി
എന്തോ വിഷമമുണ്ട്. അപ്പൊ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഇത്രയും വലിയൊരു പ്രശ്നമാണെന്ന് നമ്മളെ ജനറേഷൻ മനസ്സിലാകത്തില്ല. പക്ഷെ അവര് ഇത് ഈ കൊച്ചു ജനിച്ചപ്പോഴേ ഫോണിൽ കാണുകയല്ലേ. അത് അപ്പൊ ഇത് ഞാൻ ആ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, പറഞ്ഞു ഇത് പ്രശ്നം അത് മാത്രം അവിടെ കൊണ്ട് തീരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ENT ചെവി വേദന പറഞ്ഞ് ഡോക്ടറെ പോയി കണ്ടു, എല്ലാം ചെയ്തു, ഒരു വിധത്തിൽ എന്ത് ചെയ്തിട്ടും മാറുന്നില്ല അസുഖം. അപ്പോൾ അച്ഛൻ ചോദിച്ച, മോളെ എന്താണ് നിനക്ക് എന്താണ് പ്രശ്നം, ആക്ച്വലി എന്താണ് പ്രശ്നം? അപ്പോൾ എൻ്റെ ഫ്ലിപ്കാർട്ടിന്റെ കാർട്ടിൽ ഒരു ടെന്റ് ഇട്ടിട്ടുണ്ട്, അത് വരുത്തി തരുകയാണെങ്കിൽ പ്രശ്നം തീരും. അപ്പൊ അതായത് അതൊക്കെ 6-7 വയസ്സുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ടെക്സാവിയാണ്. പക്ഷെ ഇതോടൊപ്പം തന്നെ ഈ സാവിനസും ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു ഒരു കാര്യം, എന്തുകൊണ്ട് ഇങ്ങനത്തെ ചർച്ചകൾ വിദഗ്ധരെ കൊണ്ടുവന്ന് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത്, കഴക്കൂട്ടത്ത് ഒരു 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 പരിശീലന കേന്ദ്രം നടത്തുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു കാര്യമാണ്. അവിടെ പരിശീലനത്തിന് വരുന്ന ടെക്നോ പാർക്കിലെ ഒരു 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 ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒരു ദിവസം ഇയാളോട് രാവിലെ വന്നിട്ട് പറയുകയാണ്, ചേട്ടാ ഒന്ന് വീട് വരെ വരാമോ? ഇയാൾ ചോദിച്ചു, എന്ത് പറ്റി മോനെ? ഇല്ല, ഒന്ന് വീട്ടിൽ വരാമോ, അത്യാവശ്യം. അപ്പോൾ ചോദിച്ചു, നീ എന്ത് പറ. അയാൾക്ക് കണ്ടിട്ട് ഒരു പരിഭ്രമമൊക്കെ ഉണ്ട്. അച്ഛൻ മരിച്ചുപോയി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ എന്നാ പറയണത്. അപ്പോൾ അവിടെ ഫ്ലാറ്റിൽ പോയപ്പോൾ അവിടെ കട്ടിലിൽ ഒരാൾ കിടക്കുന്ന പോലെ കിടക്കുക. കൈ പിടിച്ച് നോക്കുമ്പോൾ തണുത്തറിഞ്ഞ കൈയാ, കുറേ സമയമായി. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള സമയം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നൊരു, അതായത് ഇത്തരം വളരെ വളരെ ബേസിക് ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പോലും ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്ത ഒരു കാലഘട്ടം. അവിടെയാണ് നമ്മൾ കാര്യമായ ഇടപെടലുകൾ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ആലോചിക്കേണ്ടത്. തീർച്ചയായും അത് ഓബ്വിയസ്ലി ഇത് ഇപ്പൊ ഈ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇനി ഭാവിയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പൊ അത് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കുറച്ചുകൂടെ അവരുടെ ജീവിതം കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും സഹായകരമായിരിക്കും.